എൻ്റെ വണ്ടി കണ്ട ഉടനെ അയാൾ റോട്ടിലോട്ട് ഇറങ്ങി വന്ന് വണ്ടി സൈഡാക്കിച്ചു. നമ്പർ പ്ലേറ്റിൽ അവർ ഏതോ ഒരു സൈറ്റ് സോഫ്റ്റ്വെയർ എന്തോ കയറി മൊത്തം RC ഡീറ്റെയിൽസ് മൊത്തം വന്നു. അത് വന്നു എന്നോട് പറഞ്ഞു വണ്ടി സ്റ്റേഷനിലേക്ക് കൊടുത്തോ, ഇത് നല്ല കൂടല്ലാന്നും പറഞ്ഞിട്ട് കുറേ എന്തൊക്കെയോ പറഞ്ഞ് ലാസ്റ്റ് പറഞ്ഞു 5000 രൂപ അടച്ചു കഴിഞ്ഞാൽ വിട്ടോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ 5000 ഒന്നുമില്ല, ആകെയുള്ള കയ്യിൽ കുറച്ച് 1-2 രൂപ ഉണ്ടാവും, ഇത് മീൻ മാർക്കറ്റൊന്നും നല്ലടോ അതായത്. ഞാൻ പറഞ്ഞു സാറേ നമ്മളിത് റെസ്ക്യൂനെല്ലാം ഓടിയതാണ്, ഫോട്ടോ പോലീസുകാർ കയറിയിരുന്ന ഫോട്ടോ മുതൽ എല്ലാം കാണിച്ചു കൊടുത്തു. അപ്പോൾ പറയുന്ന മറുപടി എന്താണെന്നറിയാം, അതൊക്കെ നിങ്ങൾ നോക്കിയും കണ്ട് ചെയ്യേണ്ടതല്ലേ, ഇതെല്ലാം ഗവൺമെൻറ് നിരോധിച്ച സംഭവങ്ങളല്ലേ, ഇതൊക്കെ ഇല്ലീഗലായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നതല്ലേ, നിങ്ങൾക്ക് സാധാ ടയറും സ്നോർക്കലും അയച്ചു. ഞാൻ പറഞ്ഞു സാറേ നിങ്ങൾ സ്നോർക്കൽ ഉള്ളത് കൊണ്ടാണ് അന്ന് പ്രളയത്തിൽ നമുക്കിത് ഓടിക്കാൻ പറ്റിയത്, അത് പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമല്ലേ, അതല്ലേ ഇതല്ലേ എന്നെല്ലാം മറ്റു വർത്താനം. അവസാനം 3000 അടിച്ച് തന്നിട്ട് പറഞ്ഞു വിട്ടോ. ഇന്ത്യൻ മോട്ടോർ വാഹന ചട്ടങ്ങൾ പ്രകാരം വാഹനങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നത് നമ്മുടെ രാജ്യത്ത് നിയമവിരുദ്ധമാണ്. കുറച്ചു മോഡുകൾ ഒഴികെ കാറുകളിൽ വരുത്തുന്ന മിക്കവാറും എല്ലാ മാറ്റങ്ങളും അവയിൽ ഘടിപ്പിക്കുന്ന എല്ലാ ആക്സസറിയും നിയമത്തിന്റെ മുന്നിൽ തെറ്റാണ്. വാഹനങ്ങളുടെ വിൻഡോകളിൽ ഇരുണ്ട സൺഫിലിം ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് വ്യക്തമാക്കുന്ന ഒരു നിയമം 2012 സുപ്രീം കോടതി പാസാക്കിയിരുന്നു. പുതുക്കിയ മോട്ടോർ വാഹന നിയമങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗത്തായി നിരവധി കേസുകളും അസാധാരണ പിഴയും മറ്റും മൂലം വാർത്തകളിൽ ഇടം നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ കേരളത്തിലും ഒരു ജീപ്പ് ഉടമ പോലീസുകാരുടെ പരിശോധനയിൽ ലഭിച്ച പിഴയാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. വാഹനത്തിൽ നിയമവിരുദ്ധമായ മാറ്റങ്ങൾ വരുത്തിയതിന് ജീപ്പ് ഉടമയിൽ നിന്ന് 3000 രൂപ പിഴയാണ് അധികാരികൾ ഈടാക്കിയത്. എന്നാൽ വെള്ളപ്പൊക്കത്തിനിടയിൽ ഇതേ ജീപ്പ് സംസ്ഥാന പോലീസ് സേന ഉപയോഗിച്ചിരുന്നുവെന്നതാണ് ഈ സംഭവത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത്. പുതുക്കിയ മോട്ടോർ വാഹന നിയമങ്ങൾ കേരളത്തിൽ സർക്കാർ പ്രാബല്യത്തിൽ വരുത്തിയിട്ടില്ല. അതിനാൽ സമീപകാലത്തെ നിയമ ഭേദഗതികളുമായി ഇതിന് യാതൊരു ബന്ധവുമില്ലെന്ന് മനസ്സിലാക്കാം. മോട്ടോർ വാഹന നിയമം തുടക്കം മുതൽ തന്നെ കാറുകളിലും ബൈക്കുകളിലും മാറ്റങ്ങളും പരിഷ്കാരങ്ങളും വരുത്തുന്നത് നിയമവിരുദ്ധമാണെന്ന് പരാമർശിക്കുന്നു. ടിൻഡഡ് ഗ്ലാസുകൾക്കൊപ്പം മുകളിലും വിൻഡ്ഷീൽഡിന്റെ അടിഭാഗത്തും വെളുത്ത LED ലൈറ്റുകൾ സ്ഥാപിച്ചതിനാണ് ഇയാൾക്ക് പോലീസ് പിഴ ചുമത്തിയത്. നിയമമനുസരിച്ച് ഒരു വാഹനത്തിന് ഹെഡ്ലൈറ്റുകളുടെ ഉയരത്തിന് മുകളിൽ വിപണിയിൽ ലഭ്യമാകുന്ന ലൈറ്റുകൾ ഘടിപ്പിക്കാൻ കഴിയില്ല. കൂടാതെ വാഹനം നഗരത്തിൽ ഓടിക്കുമ്പോൾ അനുവദനീയമായ ഉയരങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ലൈറ്റുകൾ പോലും മൂടിയിരിക്കണം എന്നാണ് നിയമം അനുശാസിക്കുന്നത്. ഫാക്ടറിയിൽ നിന്ന് തന്നെ ലൈറ്റുകൾ ഘടിപ്പിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം പരിഷ്കാരങ്ങൾ RTO ഉടമയ്ക്ക് പാസാക്കി RCയിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമാണ് റൂഫിൽ ഈ ലൈറ്റുകൾ നിയമപരമാവുന്നത്. കുപ്രസിദ്ധവും നിർഭാഗ്യകരവുമായ നിർഭയ കേസിന് ശേഷം 2012 സുപ്രീം കോടതി ടിൻഡഡ് ഗ്ലാസുകൾ നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചത്. ഈ 2 നിയമലംഘനങ്ങളും ചെയ്തതിനാലാണ് ജീപ്പിന് പോലീസുകാർ പിഴ ചുമത്തിയത്. എന്നാൽ സംസ്ഥാനത്തെ വലച്ച വെള്ളപ്പൊക്കത്തിൽ രക്ഷാപ്രവർത്തനത്തിന് ഇതേ വാഹനം പോലീസുകാർ ഉപയോഗിച്ചിരുന്നുവെന്ന് വാഹനത്തിന്റെ ഉടമ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. പ്രളയ സമയത്ത് രക്ഷാപ്രവർത്തനത്തിന് വളരെയധികം മോഡിഫൈ ചെയ്ത 4x4 വാഹനങ്ങളും അവയുടെ ഉടമകളും സജീവമായി സഹകരിക്കാൻ എത്തിയിരുന്നു. പരിഷ്കരിച്ച ഈ SUVകളിൽ പലതിനും ഉയർത്തിയ സ്നോർക്കലുകൾ ഉണ്ടായിരുന്നു. ഇത് വെള്ളം നിറഞ്ഞ തെരുവുകളിലൂടെ സഞ്ചരിക്കാൻ വാഹനങ്ങളെ സഹായിച്ചു. വാഹനങ്ങളിൽ ഏതുവിധ പരിഷ്കാരങ്ങൾ ചെയ്യുന്നതും നിരോധിച്ചിരിക്കുന്നു. എന്നാൽ രാജ്യത്ത് എവിടെയും ഓഫ് റോഡ് വാഹനങ്ങൾ കാര്യമായ അപകടങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാക്കിയിട്ടുള്ളതായി കാര്യമായ റിപ്പോർട്ടുകൾ ഒന്നും തന്നെ ഇല്ല. കാലഹരണപ്പെട്ട ഈ നിയമങ്ങൾ പുനർനിർമ്മിക്കാൻ ഒരു കമ്മിറ്റി ഡിപ്പാർട്ട്മെന്റ് രൂപീകരിക്കേണ്ടതാണ്. പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത നിയമപരമായ പരിഷ്കാരങ്ങളെക്കുറിച്ച് പഠിക്കാനും മാർഗനിർദ്ദേശങ്ങൾ നൽകാനും ഇവയെ നിയമിക്കണം.